കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് വയോധികരായ സഹോദരിമാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. കൊലപാതകം കഴുത്ത് ഞെരിച്ച എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരൻ പ്രമോദിനെ ഇതുവരെ കണ്ടെത്താനായില്ല. അഞ്ജന സുകുമാരൻ ചേരുന്ന വിവരങ്ങളുമായി. അഞ്ജന, ഈ കൊലപാതകമാണ് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തൽ. ഈ ഒപ്പം താമസിച്ചിരുന്ന സഹോദരന് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഞാനിപ്പോൾ ഉള്ളത് താമ്പാട്ട് താഴത്തെ ഈ വയോധികർ കൊല്ലപ്പെട്ട അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലാണ് ഇന്നലെ രാവിലെ ഈ വയോധികരായ 2 സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ 2 സഹോദരിമാരും ശ്രീജയ അതുപോലെ തന്നെ പുഷ്പലളിത, ഇവർ രണ്ടുപേരും സഹോദരൻ പ്രമോദിനൊപ്പമായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. സഹോദരൻ പ്രമോദ് ഇന്നലെ രാവിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചറിയിക്കുകയായിരുന്നു സഹോദരിമാരിൽ ഒരാൾ മരണപ്പെട്ടു എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് 2 മുറികളിലായി ഇരുവരും മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. വെള്ള പുതച്ച നിലയിൽ 2 മുറികളിൽ താഴെ പായ വിരിച്ച നിലയിൽ പൊതുദർശനത്തിനൊക്കെ വെക്കുന്നത് പോലെയായിരുന്നു അവരുടെ മൃതദേഹങ്ങൾ ഇരുന്നിരുന്നത്. ഏതായാലും ചേവായൂർ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും നടപടി എടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സഹോദരൻ പ്രമോദാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തുഞ്ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരൻ തന്നെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവരം അറിയിക്കുകയും പിന്നീട് അവരെത്തി ഇയാളെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ലഭ്യമാകുന്നില്ല. ആദ്യം ഫോൺ റിങ് ചെയ്തെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരുപാട് തവണ പോലീസ് അന്വേഷിച്ചു, നാട്ടുകാരൊക്കെ അയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ലഭ്യമാകുന്നില്ല. അയാൾ ഈ കൃത്യം ചെയ്ത് മുങ്ങി എന്നാണ് പോലീസ് കരുതുന്നത്. ഇതിനോടകം തന്നെ പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അയാളുടെ സെൽഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്നാണ് അവസാനമായി ഫോണിൽ നിന്നും സിഗ്നൽ ലഭിച്ചത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊപ്പം അയൽവാസി ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ ഈ പ്രമോദ് എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ ഇവിടെ കണ്ടിരുന്നു? ഇന്നലെ കണ്ടിട്ടില്ല. അത് മരിച്ചതിന് തലേ ദിവസം ഒരു 5 മണിയോടുകൂടി ഇവിടെ ഫോണിൽ സംസാരിച്ചിരിക്കുന്നതാണ് ഞാൻ അവസാനമായിട്ട് കാണുന്നത്. സാധാരണ ഇതിലൊരു നല്ല കുടുംബനാഥനായിട്ടാണ് ഇതുവരെ കണ്ടിരുന്നത്. പുള്ളി ഇത്തരം ഒരു കൃത്യം നിർവഹിക്കാനുള്ള മാനസികാവസ്ഥ എന്താണെന്ന് അറിയില്ല. അത് നമുക്ക് പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇതുവരെയുള്ള ജീവിതത്തിൽ അയാൾ വളരെ നല്ല രീതിയിൽ ജീവിച്ച ആളാണ്. സഹോദരങ്ങളെ നല്ല രീതിയിൽ പരിചരിക്കും. അസുഖബാധിതരായിരുന്നു ഇവർ രണ്ടുപേരും. പ്രമോദ് മാത്രമാണ് ആരോഗ്യപരമായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരും മറ്റുമൊക്കെ ആയിട്ട് ഇയാളുടെ ബന്ധം എങ്ങനെയാണ്? പിന്നെ സഹോദരിമാരത്ര നാട്ടുകാരായിട്ടൊന്നും അത്ര നല്ല മിങ്കിൾ ചെയ്തിട്ടില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങളായിരിക്കാം കാരണം. പക്ഷേ പ്രമോദ് നന്നായിട്ട് ആൾക്കാരൊക്കെ എടുത്ത് നല്ല പെരുമാറ്റമായിരുന്നു. അയാൾ ഒരു ക്രൂര മനോഭാവമുള്ള ആളായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ഇയാൾ പലപ്പോഴും പല പ്രകൃതമാണ്. ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ ചിരിക്കില്ല എന്നുള്ളതൊക്കെ. ചിലപ്പോൾ ആരെ കണ്ടാലും നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല. അതെ, അത് ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതാനുഭവത്തിൽ നിന്ന് അയാൾക്കുണ്ടായ തിക്താനുഭവത്തിൽ നിന്നായിരിക്കണം. പക്ഷേ പ്രമോദ് നമ്മൾ ഫ്രണ്ട്ലി സംസാരിച്ച് കഴിയുമ്പോൾ അയാളെ സ്വകാര്യ കാര്യങ്ങൾ പുറത്തു പറയാൻ മടിയുള്ള കൂട്ടത്തിലാണ്. എന്ത് പ്രയാസം അനുഭവപ്പെട്ടാണെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. വളരെ അഭിമാനിയായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഏതായാലും ഇവർ 3 സഹോദരങ്ങളായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിൽ ഏറ്റവും താഴെയുള്ള സഹോദരനാണ് പ്രമോദ്. ഇവർക്ക് പുറമെ മറ്റ് 2 സഹോദരങ്ങൾ കൂടിയുണ്ട്. മൂത്ത സഹോദരിയാണ് ശ്രീജയ, രണ്ടാമത്തെ ആൾ പുഷ്പലളിത. ശ്രീജയ ആരോഗ്യ വകുപ്പിൽ നിന്നും പെൻഷൻ പറ്റിയ വ്യക്തിയായിരുന്നു. അവരുടെ പെൻഷനിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിരുന്നത്. പ്രമോദിന് ലോട്ടറി കച്ചവടവും മറ്റുമൊക്കെയായിരുന്നു. മറ്റ് 2 സഹോദരിമാരും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളായിരുന്നു. കോവിഡിന് ശേഷം ശ്രീജയയ്ക്ക് അരയ്ക്ക് താഴോട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു. പ്രമോദ് തന്നെയാണ് ഇവരെ 2 പേരെയും പരിചരിച്ചിരുന്നതും. പക്ഷേ അദ്ദേഹത്തിന് അതിൽ ചെറിയ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്. ഒരു നാട്ടുകാരന്റെ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഈ അയൽവാസികളായിട്ടൊന്നും അങ്ങനെ പ്രശ്നങ്ങളുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷെ കുറച്ച് റിസർവ്ഡ് ആയിട്ട് ക്യാരക്ടറാണ്. അത് എപ്പോഴും ഇതേപോലത്തെ ഒരു ക്യാരക്ടറല്ല. ചില ദിവസങ്ങളിൽ നല്ല തമാശയൊക്കെ ആയിട്ട് പറഞ്ഞ് പോകുന്നതാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു എന്താ പറയുക, പെട്ടെന്ന് കണ്ടാലും അങ്ങോട്ട് മാറി നിൽക്കുന്നൊരു വ്യക്തിയാണ്. ചിലപ്പം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും പുള്ളി അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ മുന്നേ ദിവസങ്ങളിലൊന്നും അതിൻ്റെതായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു തമാശയോടെ സംസാരിക്കുന്ന ഫാമിലി അവർ. എപ്പോഴും അവർ ഈ പുള്ളിയുടെ സൗണ്ടാണ് അവർക്കിനെ കേൾക്കുക. മറ്റേ പുള്ളിക്കാരി സംസാരിക്കുമെങ്കിലും നമ്മൾ പുറത്തേക്ക് അങ്ങനെ കേൾക്കില്ല.
ഇന്നലെ രാവിലെ ഒന്നും കണ്ടിട്ടില്ല. അതിൻ്റെ തലേ ദിവസം ഒരു തറമ്പാട്ടകത്ത് സാധനം മേടിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. അപ്പം തറമ്പാട്ടകത്ത് വെച്ച് കണ്ടവരുണ്ട്. അഞ്ജന സുകുമാരാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.